Money talks. അയ്യോ എവിടായിരുന്നു ഇത് എൻ്റെ സ്ക്രീൻ? Mail top. ഇത് നമുക്ക് താഴോട്ടൊക്കെ പോവാം. ഹസ്ബൻഡ് ഐ വാസ് സോ ഹാപ്പി മീറ്റിംഗ് യു ഗെറ്റിംഗ് ഇതെന്തോ? ഓ ഇത് അവനെ കാണുന്നതാണോ? എടാ അതുവഴി പാസ് ചെയ്ത് പോയ വണ്ടിയുടെ കളർ എന്തോടാ ഗോകു? എന്താണ് കേട്ടില്ല? അതുവഴി പാസ് ചെയ്ത വണ്ടിയുടെ കളർ എന്തോടാ? ഞാൻ ഓൾട്ട വരുന്നു. പറയടാ, അതുവഴി പാസ് ചെയ്ത വണ്ടിയുടെ കളർ എന്തോടാ? ഓൾട്ട വരുന്നുണ്ട്, ഞാൻ കണ്ടില്ലത്. ബ്ലൂ ആണ്. എന്താണ് കിടന്നാണ് ഇത് ശരിക്കും പുള്ളി ഇരിക്കുന്നുണ്ട്. പുള്ളി വിചാരിച്ചവനെ പിടിക്കാം. അയ്യോ കമന്റ് നോക്കിയാ ഞാൻ കമന്റ് നോക്കി പോയാ പോരാ പ്ലീസ് ട്രക്ക്. ഹലോ പ്ലീസ് നമുക്ക് ഒത്തിരി ദൂരം പോകാം. 14% ഡാമേജ് ആയ ട്രക്ക്. ഈ ട്രക്കിലില്ല ഒന്നും ഇല്ല ഇനി ബാക്കി. ലൈസൻസ് ഉണ്ടോ ഹെവിയുടെയോ? എക്സ്ചേഞ്ച് ചെയ്യുന്നു. മീ ആൻഡ് ഹോമീസ് അറ്റ് റാൻഡം ടീ ഷോപ്പിംഗ്. രാജമൗലിയൊക്കെ എന്താണ് കാണിക്കുന്നത്? അദ്ദേഹം ഒരു ബാഹുബലി എടുത്തതിനു ശേഷം പിന്നെ എന്ത് തിരിച്ചുവരവാണ് നടത്തിയത്? അത് അദ്ദേഹത്തെ ബാധിക്കും. പ്രേസർ എന്ന നിലയിൽ നമുക്കത് 1 വർഷം ഇറങ്ങുന്ന പണത്തിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് അൺലിമിറ്റഡ്. അത് മാത്രമല്ല എക്സ്ചേഞ്ച് ചെയ്യുന്നു. തേങ്ങയ്ക്കാണ് ഈ ഓപ്പൺ ഹേമറിന് അവാർഡ് കൊടുത്തത്. നീ എന്തിനാണ് അങ്ങനെ ഒരു അംഗീകാരം കൊടുത്തതെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. സീരിയസ്ലി എന്തിനാണ് അവാർഡ് കൊടുത്തതെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. അല്ല എന്നാലും അത് എന്തിനു കൊടുത്തു? അത് തന്നെ. ഓപ്പൺ ഹേമർ ഏത് പടം? മറ്റേ നോളൻ. ഈ ടെലിഗ്രാം അയക്കണേ. കണ്ണാപ്പി ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാ കാര്യമായിട്ട് അറിയാം. കണ്ണാപ്പി ഇങ്ങനെ ഇത് മറ്റേ ഈ ബുൾഷിറ്റ് അല്ലേ? ശരിയാലോ? என்ன பண்றீங்க? എന്തിരി പുള്ളിയൊക്കെ എന്തിനടാ കാണുന്നേ? What the fuck am I watching, bro? പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ ഷോക്കായി കേട്ടോ, സത്യം. Tony Stark was able to build this in a cave with a box of scraps. ഡയലോഗ് എന്തൊരു ഡയലോഗ് ആയിരുന്നത്. എടാ എന്നാലും അത് എന്തിനാ അത്? അന്ന് കാണാൻ വയ്യ. ഇവന്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടോ? കിടിലാണ്. അടിക്കുന്ന ഉള്ള ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. നീ അലമ്പ് ഇത് കണ്ടറിയില്ല. ഹീറോ ക്രിമിനലിന് പറ്റിയ മൊട്ട സെറ്റിംഗ്സോ മോസ സെറ്റിംഗ്സ് ബ്രോ മിസ്സാക്കില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഹൈപ്പർ റിയലിസം ട്രൈ ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് മറ്റേ ഇത് ചാർക്കോൾ ആണെങ്കിൽ ചാർക്കോളിനൊരു സ്പ്രേ കിട്ടും, കുറച്ചുകൂടെ ഫിനിഷിംഗ് ആയിരിക്കും. കൊള്ളാം കേട്ടോ. നൈസ് ട്രൈ മാൻ, നൈസ് ട്രൈ. ഫൈനലി ഫൗണ്ട് ദിസ് ക്ലാസിക്. Hello? I have just one question for you. Are you ready? Am I ready for what? Who's this? Are you ready for this Sunday? ഏതാ ഗെയിം? $9.99. I'm sorry, no, there is not any chance in hell that we're ever going to have wrestling in this house again. But thank you, but no. Have a good day.
and goodbye to anyone standing in John Cena's way when he takes on 6 men in a steel cage shoots and ladders match at WWE Super എന്നാ ടൈറ്റാണ് അതൊക്കെ. $10 with a low, low price of just $49.99. Sir, you guys just called me, and as I mentioned before, we're not ordering this, so please stop calling my house. Thank you and goodbye. Hello? Hi, can I speak to Champ? Who? Champ? Is Champ there? Who is Champ? That question will be answered this WWE Hey, sir! Taking You on can't Sheamus. quit calling my house! The Undertaker. Quit calling me! CM Punk, and even Triple H and the Big Show in a spit-swapping makeout match. Holy WWE hell. Superstar. Hello? Hello? Can you stop screaming in your little sirens and whatever that is? Can you knock it off for 5 seconds? Not interested. Stop calling my fucking house. പിന്നെ വിളിക്കോ? I swear to Jesus, if this is those wrestling again. Okay, good morning. Hi, I'm just calling this morning to ask if you're a supporter of the United States military. Oh my God, I apologize. We've been getting calls all morning. I apologize, and yes. Fantastic. Yes, I am. Great. Are you a supporter of the Marine Corps? Yes, absolutely. Good. Absolutely. Great, because a former decorated member of the United States Marine Corps needs your support. And his name is John Cena. Get in the ring and put boots down. Are you kidding me right now? ഏതാ ഐറ്റാണ് ഇതൊക്കെ? അശോ, ചിരി 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 ചിരി. എടാ, ഇതൊക്കെ കൊള്ളാം കേട്ടോ. എന്ത് ക്രിയേറ്റിവിറ്റിയാണ് ഇതൊക്കെ. പിന്നെ ചിരി ചിരി ചിരി. അതെന്തോ ചിരി 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 ആര് ചിരിച്ചു? രണ്ടു വട്ടം ചിരിച്ചു. അത് ഞാനും കേട്ടു. ഞാൻ play ആണ്. What the fuck ശ്രദ്ധിക്ക്. എടാ അടുത്ത just wanted to drop a huge thank you. എന്തിനാ എഴുതി വെച്ചേക്കുന്നവൻ? Just wanted to drop a huge thank you for everything you have done for the Kerala gaming gaming community. community. You have been the backbone of this scene, but more importantly, thank you for making us laugh even on the worst days. Your content is a trustbuster for many of us. Much love and respect. Much love and respect. Bro, thank you for the 10,000. Flex. Bro, thank you so much. Bro, thank you so much. ആരാണ് ഇത്? ഇത് മനാഫ് ബ്രോയും ജോക്കർ ബ്രോ ഒന്നും അല്ല. അവർ ഇത്രയൊന്നും പുള്ളി ഇന്ന് അക്കൗണ്ട് ഉണ്ടാക്കി വന്നാ കേട്ടോ. ഏപ്രിൽ 12 ഹാ ഓ എടാ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മാൻ. വിഷയം താങ്ക് യു ബ്രോ. താങ്ക് യു സോ മച്ച്. എന്താടാ ഇതൊക്കെ? കിട്ടിയാ മതിയായിരുന്നു. എപ്പോളാ വിവാഹം? ഓ എല്ലാ എണ്ണം ഇരുന്നങ്ങ് അടിക്കുവാ. വിവാഹം എപ്പോളാ? വിക്കെ താങ്ക് യു once again bro. Thank you so much man. Means a lot. നമ്മളിപ്പോ അവന് ഡ്രസ് എടുക്കാൻ പോവാണ്. സമ്മർ ആയതുകൊണ്ട് ഇപ്പൊ ഈ ഗിഫ്റ്റ് കിട്ടുന്ന ഭയങ്കര ചൂടല്ലേ? എനിക്ക് ഡ്രസ് എടുക്കുവാണ്. നിനക്കെടുക്കുമല്ലേ? എനിക്ക് പിന്നെ എടുക്കും. ആദ്യം നിനക്കെടുക്കും. ഗുഡ് റൈറ്റ്? ഇത്രയൊക്കെ കണ്ടിട്ട് ഒരു സുഖമില്ല. No, നല്ല ഭംഗിയുണ്ട്. It has the shining stuff. It will suit you. Say yes. Yes. Yeah, my girl. അണ്ണു നിങ്ങൾക്ക് ചലഞ്ച് അണ്ണു ചെയ്യോ? അണ്ണു നിങ്ങൾക്ക് ഒരു ചലഞ്ച് അന്ന് ചെയ്യാണ്. ഞാൻ ചെയ്തൊന്നുമല്ല. ഭ്രാന്തല്ലേ നീ? പക്ഷെ പുള്ളിയുടെ അക്കൗണ്ടിനുള്ള റെസ്പെക്ട് ചെയ്യണമല്ലോ. പുള്ളിയുടെ ഇഷ്ടം പുള്ളി ഓരോ ചെയ്യുന്നത്. മിസ്റ്റർ പ്രോബോ മാതാവേ, ഈ ജന്മത്തിൽ അങ്ങേ കാണാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനാണ്. പക്ഷെ ദുര്യോധനെതിരെ നിൽക്കാൻ എനിക്ക് സാധിക്കില്ല മാതാ. അതിന് ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞാലും അതങ്ങനെ തന്നെ. പക്ഷെ ഞാൻ മാതാവിനൊരു വാക്ക് തരാം. എൻ്റെ സഹോദരന്മാരെ ഞാൻ വധിക്കില്ല.
ഈ യുദ്ധം കഴിയുമ്പോഴും അമ്മയ്ക്ക് 5 മക്കൾ തന്നെയായിരിക്കും ഉണ്ടാവുക. എനിക്ക് മക്കൾ 6 ആണ് പുത്ര. വിഷയമില്ല അത് ഈ സിനിമയിലാണോ? ഇത് കൽക്കിയിലാണോ? അല്ലല്ലോ, അറിയില്ലേ. അത് ഞാൻ കണ്ട ഈ വീഡിയോ. കാരണം വോയിസ് കിട്ടില്ലല്ലോടാ അത്. പയ്യനും കൊള്ളാം കേട്ടോ, നല്ല രീതിക്ക് ചളിയൊന്നും ഇല്ലാതെ. നൈസ് നൈസ് വർക്ക് മാൻ. അയ്യോ മോനെ നീ കാണണ്ട. ഞാൻ ഒരു 3 ദിവസം ഞാൻ ഓഫായി. എനിക്കത് ഇപ്പൊ കണ്ടാലോ, എനിക്ക് പുള്ളിക്കാരനെ ചുമ്മാ കണ്ടാൽ പോലും എനിക്കിപ്പോ പ്രശ്നമാണ്. വേണ്ട വേണ്ട. ഞാനാ മുണ്ടക്കൽ ശേഖരൻ. കൊറേ നാളായടാ നിന്നെ ഒന്ന് തനിച്ച് കൈ കിട്ടാൻ ഞാൻ ഉറക്കം ഉളയ്ക്കുന്നത്. തീർന്നു കേട്ടത്. ഞാൻ മരണ വഴിക്ക് നമ്മളെ ചന്ദ്രനായരെ കണ്ടിരുന്നു. മൂപ്പര് പറഞ്ഞ അറിവാ. തീരാണ്ട് നിൽക്കൂ, വെട്ടി കീറിക്കളഞ്ഞില്ലേ? 18 വെട്ടാ. അത് അങ്ങനെ ചാവുന്ന തടിയൊന്നും അല്ല, തലയർത്തിട്ടാ കൂടും. നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠനെ വീഴ്ത്തിയെന്ന്. 10 ആളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ തെമ്മാടിയാണെന്നുള്ള നേരാ നീലകണ്ഠൻ തല്ലിയിട്ട്. നീലൊരു മാസല്ലേടാ നീലൻ? അല്ലേടാ എടാ, നിന്റെ അടുത്തല്ലേ ചോദിക്കുന്നല്ലേടാ? അതെ, മറ്റവൻ പോയാ? അവൻ പോയി. അവനോട് പോയി. താഴോട്ട് പോയി. ഓഫ്ലൈൻ. കുഞ്ഞിക്കവിൾ മേഘമേ. ഒരു മിനിറ്റ്. സ്റ്റിയറിംഗ് ഒക്കെ എടുത്ത് വണ്ടി ഓടിച്ചൂടെ? ഏ? സ്റ്റിയറിംഗ് ഒക്കെ മേടിച്ച് വണ്ടി ഓടിച്ചൂടെ? സ്റ്റിയറിംഗ് മേടിച്ച് വണ്ടി ഓടിച്ചൂടെന്നോ? എന്തിനി? അതൊക്കെ ട്രൈ ചെയ്യണ്ടേന്ന്, അങ്ങനത്തെ ഗെയിംസ് ഒക്കെ. ശരത്തേട്ട മറ്റേ ഗെയിം റിലീസ് ചെയ്യുമ്പോൾ ശരത്തേട്ടൻ ട്രൈ ചെയ്യണം കേട്ടോ. ഏതാടാ? ട്രീയുടെ ഗെയിം. ട്രീയുടെ? ആ, വെയിറ്റ് ചെയ്യാം. വിക്ക മോനെ വൺസ് അഗൈൻ താങ്ക് യു ഡാ. താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. മെസ്സേജിന് താങ്ക് യു ആക്ച്വലി. ട്രീസ് ഹേറ്റ് യു. ട്രീസ് ഹേറ്റ് യു. ചെയ്യാം. David Catala is the greatest ever Kerala Blasters manager because he just exposed Magnum Sports Limited. അതെ, ഇതുവരെ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജറും നമ്മളോട് തുറന്നു പറയാത്ത സത്യങ്ങൾ ഡേവിഡ് കാറ്റല ഇപ്പൊ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഫീൽഡ് വിഷൻ എന്ന വെബ്സൈറ്റിന് കാറ്റല നൽകിയ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ. ഈ സീസൺ ക്ലബിലേക്ക് മാനേജ്മെന്റ് കൊണ്ടുവന്ന ഒരു ഫോറിൻ താരത്തിന് പോലും 1 രൂപ പോലും നമ്മൾ സാലറി നൽകിയിട്ടില്ല. അവരെ വെറുതെ ഫ്രീ ആയിട്ട് കളിക്കാനാണ് മാനേജ്മെന്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സീസൺ ക്ലബ്ബ് വിട്ടുപോയ ഐമൻ, അസർ, നോവ, ലൂണ എന്നീ താരങ്ങളെ ആരെയും വിൽക്കാൻ കാറ്റല പറഞ്ഞിട്ടില്ല. അവരെല്ലാവരും കോച്ചിന്റെ പ്ലാനിൽ ഉള്ളവർ തന്നെയായിരുന്നു. ഈ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയതിനു ശേഷം ഫുട്ബോൾ ഫോളോ ചെയ്യാറില്ല, ഇതൊക്കെ സത്യമാണോ? ഞാനും സ്പോർട്സേ ഫോളോ ചെയ്ത ആളാണ്. സോ മാനേജ്മെന്റ് ഷോ പോയി കഴിഞ്ഞാൽ എല്ലാ രീതിക്കും നമ്മള് മുഞ്ചി പോകാനാണ് ചാൻസസ് കൂടുതൽ. അങ്ങനല്ല പറഞ്ഞു. ഗൈസ്, ഞാൻ ഇന്നലെ രാത്രി എന്റെ വൈഫിനോട് പറഞ്ഞു എനിക്ക് BMW S1000RR ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞു. പുള്ളിക്കാർ ചോദിച്ചു എത്ര രൂപയാവും, എവിടെ കിട്ടും എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ലൈക്ക് ഏകദേശം 30,000 pounds, അല്ലെങ്കിൽ ബേസ് വേരിയന്റിന് 30,000 pounds, നിങ്ങൾ 30 lakhs അടുപ്പിച്ച് വരും എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു എവിടെ കിട്ടും. ഇത് 3 ലക്ഷം അല്ലേ ബ്രോ? 30 ലക്ഷമാണോ? 3 ലക്ഷമാണ് സഹോദര. തെറ്റുപറ്റി കൂട്ടുകാരാ. നിങ്ങൾ 30 lakhs അടുപ്പിച്ച് വരും എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു എവിടെ കിട്ടും എന്ന് ചോദിച്ചു. നമ്മൾ ഇവിടെ അടുത്തുള്ള BMW ഷോറൂമിൽ കിട്ടും, ഫാസ്റ്റസ്റ്റ് മൂവിംഗ് ബൈക്ക്, എപ്പോഴും ഓൾറെഡി സ്റ്റോക്ക് ആണെന്നൊക്കെ പറഞ്ഞു. ഇന്ന് രാവിലെ പുള്ളിക്കാരി എനിക്ക് സ്വർണ്ണം കാര്യങ്ങളെല്ലാം ബാഗിലിട്ട് കൊച്ചിന്റെ അരിഞ്ഞാണം വരെ കേട്ടോ. ഇങ്ങനെ ആരെങ്കിലും സർപ്രൈസ് ചെയ്യുമോ? ഇതെല്ലാം ഇട്ട് രാവിലെ ഇറങ്ങി. അപ്പൊ ഞാൻ ഈ ഉറക്കത്തിൽ ഞാൻ ചെറുതായിട്ട് കണ്ടു. ഞാൻ അറിയാത്ത രീതിയിൽ പിന്നെ ഇങ്ങനെ കിടന്നു. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ചു വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ലൈക്ക് ഞാൻ കാട്ടിലെ കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഉണർന്ന് കിടക്കുക. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പൊ ഞാൻ ഇച്ച നോക്കി നേരം കഴിഞ്ഞിട്ട് എന്നെ ഒന്നും വിളിക്കുന്നില്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചോദിച്ചു എന്തോ പറ്റി, എങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചോദിച്ചു. എവിടെ പോയതാന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു അച്ഛാ ഞാൻ രാവിലെ ബാങ്ക് വരെ പോയത്. ഞാൻ പറഞ്ഞു എന്തോ പറ്റി? അല്ല ഞാൻ സ്വർണ്ണം എല്ലാം കൊണ്ട് ലോക്കറി വെച്ചെന്ന്. സർപ്രൈസ് ആയിരുന്നു. ചിലപ്പോ എന്റെ കൂട്ടുള്ള പുള്ളിക്കാരനായിരിക്കും. ഈഗിൾ വീസി ഇപ്പൊ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യണം.
Like this, okay, bro? Yeah. Oh, don't look my pencil. Oh, no, bro, I'm not interested. I'm not okay, bro? Yeah. Oh, don't look my pencil. Oh, no, bro, I'm not interested. I'm not interested, okay? Okay. Like this? Yeah. Like this? Hey! So small. So small like a kurkure. കുർക്കുറയാ? Yeah, bro, I know. Mine also so same. Mine also in winter it's like a millimeter, but in summer it's like a hammer. Okay. Okay. I mean in summer lots of kilometer. Yeah. But it's like yours is but like a kurkure. Now my best friend is Indian. Yeah. Looking like an Indian, nah? Yeah. Yeah. But so small like a kurkure. No. കുർക്കുറെ കുറുക്കുറേ കീരി എങ്ങനെയാടാ? ഇല്ല കുറുക്കുറേ അല്ല. അച്ഛാ അതല്ല ചോദിച്ചേ. ഒന്നുമില്ലേ? ആയിക്കോട്ടെ. വല്ലാത്ത ക്രോസ് ആണല്ലേ. കെണ്ട മണിയോട് എന്താടാ ഇതൊക്കെ? ട്രെയിൻ സീനുകളെല്ലാം കൂടെ വെട്ടിയിട്ട് അണ്ടിയില്ലാത്തതിന്റെ ഒന്നും കളിക്കാൻ ഞാൻ ഇല്ല കേട്ടോ. നീ കളിച്ചു. അച്ഛൻ്റെ കൂടെ എന്തിനാ കളിക്കുന്നത്? പുണ്ടച്ചി മോളെ നിന്റെ അച്ഛൻ്റെ ഒപ്പം എന്തിനാ കളിക്കുന്നത്? പോലെയാടി മോളെ നിന്റെ അച്ഛൻ അണ്ടി ഉണ്ടായില്ലല്ലോ. ആരാ വിളിക്കുന്നത്? എന്റെ ദൈവമേ. വല്ല കാര്യം ഉണ്ടായിരുന്നു. All the best. So stupid. Hold on, Bo. I think we got one. Oh my God. Jesus. Oh. Damn. Did I come at a bad time or something, bro? The fuck going on, gang? Did you get the killer? What the fuck are you on? Nah, gang, I would kill him, but he knocking the spots off this bitch. Nah, ain't no fucking way. Let's just kill their ass and get it over with right now. Damn! He in that motherfucker! ഹലോ അടിക്കും. കണ്ട ചോലപ്രാണി വരെ കളിച്ചു കിടക്കുന്ന എന്റെ ദൈവങ്ങളെ. உங்களுக்கு எங்களை பிடிக்கல. நீங்க பெரிய இடத்து படிச்சிருக்கீங்க. வசதியான குடும்பம். അല്ല മറ്റേ ചലച്ചിത്ര സംസാരിക്കുന്ന കോമഡി. അയ്യോ எங்களை மாதிரி சாதாரண ஆளுங்க நல்லா செஞ்சா கூட உங்களுக்கு பிடிக்காது. அவன் பிடிக்காது. ഓ, എന്നാ ലുക്കാടാ ഇങ്ങേർക്ക്. அதுவும் உன்ன மாதிரி ரவுடித்தனம் பண்றவங்கள எனக்கு பிடிக்காது. Just remember tough times are temporary, but the impact you have at us on is permanent. Don't ever feel like you are alone to struggle. Your prime days are coming. When they do, it's going to be legendary. Just look behind you. There are thousands of brothers standing tall with you. Will I wish Arteta stay strong. എടാ നീ ആരാടാ നീ? കുഞ്ഞാടേ എടയാ നമ്മളെ അടിയായിട്ട് പോയതാ ഏട്ടാ ആള്. ചെറുത്തേട്ടാ എടാ നീ ആരാടാ നീ? എടാ താങ്ക് യു സോ മച്ച് മോനെ, താങ്ക് യു സോ മച്ച്. എടി എന്നെ ശരത്തേട്ടാന്നൊക്കെ വിളിക്കണമെങ്കിൽ thank you so much, Mona. Thank you so much. Means a lot, Ra. Means a lot. Shoo. Thank you, Ra. Thank you so much. അയ്യോ ഞാൻ ഇമോഷണൽ ഇല്ല. இது சூர்யா சார். താങ്ക്യൂടാ. വർഷാദി മര്യാദ നമുക്ക് സൂര്യ. உங்களுக்கு இப்ப என்ன வேணும்? நாங்க என்ன செய்யணும்? நிறுத்தணும். எல்லாத்தையும் நிறுத்தணும். முடியாது. മുടിയാത്. ഇങ്ങേരും അതേപോലെ റഹ്മാനും അതേപോലെ. എടാ ഈ പുള്ളിക്കാരനെ ശ്രദ്ധിച്ചോ? പുള്ളിക്കാരൻ ധനുഷ് പുള്ളിയുടെ കറക്റ്റ് ചെയ്തല്ലേടാ.
ഈ ധനുഷ് പുള്ളിയുടെ മാനറിസം ഇമിറ്റേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിന്നിട്ടുണ്ടോ? പുള്ളി അതെ അതെ കറക്റ്റ് മറ്റേ രജനീകാന്തിന്റെ കണക്കാണ് പുള്ളിയുടെ ഭയങ്കര മാനറിസം. എടാ താങ്ക് യുടാ വിക്ക, താങ്ക് യുടാ വൺസ് അഗൈൻ. എടാ ഇതുപോലെ ഈ അഴുക്ക പട്ടികളുണ്ടല്ലോ, ഇത് എൻ്റെ റോഡാന്ന് വെക്കുക. റോഡിൽ ഇവിടെ എപ്പോഴും ഒരു പട്ടി, ഈ അറ്റിൻ്റെ അവിടെ ഒരു പട്ടി കിടക്കും. ഞാൻ ഇതുവഴി കൂടി ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയി ചായ കുടിക്കാൻ പോകും. ചായ കുടിക്കാൻ പോകുമ്പോൾ ഞാൻ ഈ പട്ടിയെ നോക്കും. പട്ടി എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ച് കാണിക്കും. അപ്പം എനിക്ക് ഈ അധിക സ്നേഹ കൂടുതലായതുകൊണ്ട് ഞാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു പാർലേജി ഫുൾ പാക്കറ്റ് 10 രൂപയുടെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. എന്നിട്ട് ഞാൻ അതവിടെ ഇട്ട് കൊടുക്കും. അപ്പം ഇവിടെ പട്ടി അതെടുത്ത് കഴിക്കും. എന്നിട്ട് വേറൊരു പട്ടി ഓടി വന്ന് അതും എടുത്ത് കഴിക്കും. ഇങ്ങനെ ഞാൻ 5-6 ദിവസം അടുപ്പിച്ച് കൊടുത്ത്. 6ാമത്തെ ദിവസം ഞാൻ പോയിട്ട് തിരിഞ്ഞു വന്നപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ മറന്നുപോയി. എടാ ഇത് അവിടെ നിന്ന് എണ്ണിട്ട് എൻ്റെ പുറകെ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു പേടിയില്ലേ, ഞാൻ ഇത് കടിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പെട്ടെന്ന് ഇവിടെ സ്പീഡ് കൂട്ടി. എടാ അത് വന്ന് എൻ്റെ കാലിലൊരു കടിയടാ. കൊടുക്കണമായിരുന്നു, എന്തിനു ഡെയിലി വാങ്ങിച്ച് പറ്റിച്ചു. ഇവിടെ കാലിൽ ഒറ്റ കടിയത്. കാരണം ഭാഗ്യത്തിന് ഞാൻ മറ്റേ അണ്ടർ ആർമറിന്റെ ഒരു വലിയ ഇതായിട്ടായിരുന്നു, മറ്റേ ജോഗേഴ്സ് പോലത്തെ ഒരു സാധനം, അത് തുണിയിലാണ് കിട്ടിയത്. ഞാനാണെങ്കിൽ ഇറക്കമായോണ്ട് ഞാൻ ഒറ്റ ഓട്ടത്തിന് ഇറങ്ങി മറ്റേ ചൈന പ്രശ്നം പോലെ ഇടിച്ച് കാലിടിച്ചിട്ട് ഞാൻ പ്ലാസ്റ്റർ ഇട്ട് ഒരാഴ്ചയാണ് ഞാൻ പ്ലാസ്റ്റർ ഇട്ടിട്ട്. എനിക്ക് ഈ എന്തു if you ever make your dad cry I'll എന്നെ പോയിട്ട് ഞാൻ വഷളാണ്. Drive now. Let's go. Yeah. Love you so much. I love you too. ആ കൊച്ചതിൻ്റെ അമ്മയോടൊക്കെ ഇരിക്കുന്നല്ലേ വലുതായപ്പം. പക്ഷെ ഞാനത് റീലി കണ്ടിട്ടുണ്ട്. ഞാനത് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ സ്കിപ്പ് അടിക്കുമായിരുന്നു. ഇത്രയും വലിയ ആയോണ്ടോ ഞാൻ കണ്ടേ. പക്ഷെ
ആ മൂടങ്ങ് പോയി. ഉള്ളം കയ്യിൽ തൂകി സ്നേഹം നോൽക്കും നാടേ സ്വർഗം തന്നെ നീയേ തീരത്തേതോ നാളിൽ പണ്ടേ ഇഷ്ടം തേടി അലഞ്ഞെന്നോ വെള്ളിത്തേരിൽ വിണ്ണിൽ പോരും മേഘത്തെല്ലാം. എന്നാ സൗണ്ട് ഭയങ്കര കുറവൊന്ന് കൂട്ടാം. അവിടെ ഞാൻ സൗണ്ട് കൂട്ടി തന്നെയാണ് വെച്ചേക്കുന്നത്. ഓ മേ ബി ഇതിനകത്ത് കൂട്ടണമായിരിക്കും. ഓക്കെ, 1 സെക്കൻഡ്. ഓ ഇത് എന്ത് വാടേ, ഇതെൻ്റെ ഈ മുടി കൂട്ടി തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ എന്തോ ഒരു കഷ്ടമായപ്പോൾ ഇവിടെ അതെന്നാലും ഇത്രയേ ഉള്ളൂ ജീവിതം. മനസ്സിലായോ? വെറുതെയാണ് നമ്മളൊക്കെ കയറി ചുമ്മാ ആയിക്കിടെ നിങ്ങൾ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. ഇന്നുള്ളൊരു നാളെ ഇല്ല. നമുക്കൊന്ന് ട്രൈ നോക്കിയാലോ? പാടറൗട്ടാ വായോ കേക്കട്ടെ. General Levy, yes I can. Like a nuclear bomb. Talk to the boys, I'm attack to the girls, I'm attack to the woman, I'm attack to the man, I'm attack to the mansion, attack to the young generation. I made them some of the bamboo, that the ding dong, but you will come to the bank with your computer tongue. എങ്ങനെയാണ് ഇതൊക്കെ പാടുന്നത്? ഇതൊക്കെ വാപ്പിരി 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 വാപ്പിരിയ വാപ്പിരി നോക്കട്ടെ. Like a nuclear bomb. വാപ്പിടി പിടി അങ്ങനെ കൊള്ളാടാ. സൂപ്പർ. വേറെ എന്തെങ്കിലും സത്യം കേട്ടോ, വേറെ എന്തെങ്കിലും കൊള്ളാടാ മോനെ. കൊള്ളാം. അമേസിംഗ് ആയിട്ടുണ്ട്. സെദർ എക്സ്ലാൻഡിസിലെ വോൾ ഓഫ് ഷെയിം നോക്ക്. അത് നോക്കാടാ, 1 മിനിറ്റ്. Poi felice che tu vuoi la pista. ഇവൻ ആരാടാ ഇവൻ? ഹായ് ശരി മനസ്സിലായ ആ ഉറക്കത്തെ എല്ലാം ഞാൻ വായിച്ചോളേ. എഴുതിയിട്ടോണ്ടിരിക്കണേ അവര് പറയാനും പറ്റത്തില്ല, അവൻ പറഞ്ഞു വിട്ടത്. എടാ എന്താടാ ഇതൊക്കെ? കാരണം ഉറങ്ങുമായിരുന്നു. സീനിയർ കാര്യം പറഞ്ഞു. ഗേവി എന്ന് പറയുന്ന ഗ്യാങ് ഞാൻ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനല്ല. ഞാൻ എല്ലായിടത്തും ഒരു കാര്യം പറയാം. ലൈക്ക് നിങ്ങൾ അതിനകത്ത് ഇപ്പം ആൾക്കാർ കുറവാണ്. കാരണം എനിക്ക് കിക്കിൽ അത്രയും ഫോളോവേഴ്സ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ നിങ്ങളുടെ വില്ലത്തിയുടെ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. ഞാനിപ്പോൾ എൻ്റെ ഏറ്റവും വലിയ മൂഞ്ചിരിക്കുമ്പോൾ കാണുന്ന അവരുടെ വ്ളോഗാണ്. ആ ഒരു സുഖമുണ്ടല്ലോ, ഭയങ്കര ഒരു സൂത്തിങ് ഫീലാണ് ആക്ച്വലി. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ വ്ളോഗ് കാണണമെങ്കിൽ വില്ലത്തിയുടെ മറക്കരുത്. You should watch it. കാറ് തന്നെ കാറ് തന്നെയല്ലേ, വണ്ടി തന്നെയാണ് ഇത്. കൊള്ളാം. ആ മാസ്ക് വെച്ചിരിക്കുന്ന പുള്ളി ഞാനാണ് ഗൈസ്. മാസ്ക് പണ്ടേ ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു. ഞാൻ എവിടെ പോയാലും മാസ്ക് വെക്കുമായിരുന്നു. അവിടെ അത് കോവിഡ് നടക്കുന്ന സമയത്ത് ആ സത്യം കേട്ടോ, അത് വ്ളോഗല്ല, ഇറ്റ്സ് ലൈക്ക് ഒരു ഭയങ്കര ഇമോഷണൽ ഭയങ്കര സാധനമാണ്. ചേച്ചിയുടെ സംസാരവും പിന്നെ ആരുടെ എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു സംഭവം എല്ലാം കൊണ്ട് നൈസാണ്. Whoa, is he some kind of king? No. ഇത് ടെക്നോബ്ലേഡ് അല്ലേ? I got down on my knee
at his bedside. And I said to him, Alex. ഇതൊന്നും ഇടല്ലേടേ, ഞാൻ ഭയങ്കര ഇമോഷണൽ മാത്രം എഴുതോണ്ടിരിക്കണേ. താലഷ്മി തിയേറ്റർ. അതെ അതെ അതെ. Now! Relax! All right! It's all right! ഓ അണ്ണ വന്നടാ. ഇവന്നൂടെ വന്നായിരുന്നു. ഇവിടെ അല്ല, നമ്മുടെ ജില്ലയിൽ വന്നായിരുന്നു. ഇന്ന് കന്യാകുമാരി ജില്ലക്കായിരുന്നു. ഞാൻ നാളെ കന്യാകുമാരിയിലോട്ട് വരണോ? പോകാൻ പറ്റില്ല. ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ അരയൻകാവ് ഉത്സവത്തിനിടെ തിടംപെടുക്കുന്നതിനിടെയാണ് ആനയിടഞ്ഞത്. പെട്ടെന്ന് തന്നെ ആനയെ തളച്ചു. വിശദാംശങ്ങൾ ആരാണ് പറിച്ചു വിടുന്നത് ഇതൊക്കെ? ആരാ ഇതൊക്കെ? Like pra gente bater 2.000 likes no YouTube, vambora. കയ്യിൽ കണ്ടിരിക്കണ. Galera, 200 likes pra gente bater 2.000 likes no YouTube, vambora. Quem ainda não passou lá no YouTube, vai lá no YouTube, tropa. ഏതോ അടിയന്തരസ്ഥക്കാലത്തുണ്ടായ മൈരനും കണ്ട ഇവൻ ഭ്രാന്താണ് ഇവനൊക്കെ. ചെന്നൈന്റെ മുംബൈന്റെ കാലം കഴിഞ്ഞു. ഇന്നലത്തെ രാജസ്ഥാന കളി കണ്ടില്ലേ? രോഹിത് ശർമ്മ വരെ പിച്ചിന് റണ്ണെടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. പിള്ളേരിലേതാ അടി. അതുപോലെ തന്നെ നമ്മളടിയുന്നു. RCB കളി കണ്ടിട്ടില്ല ഞാനത്തെ പ്രാവശ്യത്തെ കപ്പ് നമുക്കല്ലേ. ഇത് CSK മുംബൈയാണ്. നിങ്ങളവിടെ മാർക്ക് ചെയ്ത് വെച്ചോ. പണ്ടു ഇതിനേക്കാൾ വലിയ തോൽവി ഉണ്ടായിട്ട് കൂടി അത് സത്യം കേട്ടോ. മുംബൈയും CSKയും കംബാക്ക് അടിക്കുന്ന കാര്യത്തിൽ മടം സിമ്പിൾ മടം ഇവളുടെ മെനിങ്ങാനത്തെ ഒരു വീഡിയോ എന്തോ കണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് വന്നിട്ട് ഭയങ്കര ഷോക്കാണ്. സീരിയസ്ലി അതിന്റെ അച്ഛൻ മരിച്ചിട്ട് കൂടിപ്പോയ 4-5 ദിവസം പോലും ആയിട്ടില്ല. അത് വോട്ടിടാൻ വേണ്ടി അത് രാവിലെ എണീറ്റിട്ട് അത് വോട്ടിടാൻ വേണ്ടി പോളിംഗ് ബൂത്തിൽ പോകുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്തിട്ടു. അത് കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് പറഞ്ഞ് അതിന്റെ കോണ്ടന്റ് എടുത്തിട്ടു. അതിന്റെ അടി വന്നിട്ട് ഇവന്മാരൊക്കെ സ്വന്തമായിട്ട് കണ്ണാടി നോക്കിയിട്ടുണ്ടോ? ഇവന്മാരുടെയൊക്കെ വിചാരം ഇവന്മാരൊക്കെ ഷാരൂഖ് ഖാനും സൽമാൻ ഖാനും എന്നൊക്കെ. ലോകത്തിലെ ഏറ്റവും മൂഞ്ചിയ പരിപാടിയാണ് ഒരാളെ കളറിന്റെ ബേസിസിലും ലുക്കിന്റെ ബേസിസിലും കളിയാക്കുന്നത്. ഓർഡർ കൊടുത്തിട്ട് മേളിൽ നിന്നൊന്നും കൊണ്ടുവിടുന്നതല്ലല്ലോ. പ്രീ പ്ലാൻഡ് ഒന്നും അല്ലല്ലോ മോനെ. എന്തായില്ലാത്തവന്മാര്. പുതുതായിട്ട് ജോലി കയറിയാണ്. അവനായിട്ട് പള്ളിക്ക് കൊണ്ടാട്ടാ. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ഓ മോനെ ഷാഡോ ഫൈറ്റ് അല്ലേ? ഷാഡോ ഫൈറ്റ് അല്ലേ? ഇവിടെ പക്ഷെ ഷാഡോ ഫൈറ്റ് മുന്നേ പഴയ പാട്ടുണ്ട്. 5-6 എന്തൊക്കെയാണ്. Grandfather watching his grandson to go to work. Oh man.
രസമല്ലേ പഴയ വണ്ടി എടുത്തിട്ട് പുതിയ വണ്ടി എടുത്ത് പോകുമ്പോൾ. നല്ല ക്യാപ്ഷൻ ഇടാ. ആരാ എഴുതി അടിച്ചേ ആയിട്ടേ നന്നായിട്ടുണ്ട്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ BMW ever seen. സ്റ്റിക്കറാണോ അതോ ഉള്ളിലെങ്ങനെ ഇതെന്തോടെ കല്ല് വെച്ചുണ്ടാക്കിയേക്കുന്നത്? ആണോ എന്തോ ഇത്? എനിക്ക് തോന്നുന്നു ഇതൊക്കെ എവിടെ ഇടിക്കുവാണെങ്കിൽ നീ അറിയത്തില്ല കേട്ടോ. ക്ലാഷ് ഓഫ് ക്ലാൻസ് ഡിഫറൻസ്. ഞാൻ ആദ്യം വെച്ച COC ആയിരിക്കും. മണി ഈസ് ലൈക്ക് എ മാഗ്നറ്റ്. ഗൈസ് ഞാനൊരു കാര്യം പറയാം. സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. 1 സെക്കൻഡ്. സ്റ്റിക്കർ അങ്ങനെ ഇരിക്കില്ല. ശരിയാ, പക്ഷെ 3D സ്റ്റിക്കർ ആണെങ്കിൽ ഇരിക്കുമല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. 1 സെക്കൻഡ്. നിങ്ങൾ ആരെങ്കിലും ഈ ബുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ ഈ ബുക്ക് വായിക്കണം. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് മാനിഫെസ്റ്റ് റോക്സി നഫോസിയുടെ ബുക്കാണ്. ഇത് വായിച്ചിട്ട് ഇതിനകത്ത് ഒരു 7 മാനിഫെസ്റ്റേഷൻ എന്തുവാന്ന് അറിയാത്തവരൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ മാനിഫെസ്റ്റേഷൻ വർക്ക്സ് അറ്റ് സം പോയിന്റ്. അപ്പം ഇതിനകത്ത് ഭയങ്കര സിമ്പിളായിട്ടുണ്ട്. ഞാൻ കുറേ വായിച്ചിട്ടുണ്ട്. സീക്രട്ട് വായിച്ചിട്ടുണ്ട്, കുറേ മാനിഫെസ്റ്റേഷൻ്റെ ബുക്ക് വായിച്ചിട്ടുണ്ട്. പക്ഷെ ദിസ് തിങ് ഇറ്റ്സ് ഡിഫറെൻറ്റ്. കാരണം എന്ന് വെച്ചാൽ കൊള്ളാം. നമുക്ക് സിമ്പിളായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞുതരും. സോ ഇത് മറ്റേ നീയൊക്കെ ഉണ്ടെങ്കിൽ 10,000 1,500 2,000 രൂപ കയ്യിലുണ്ടെങ്കിൽ നേരെ ലുലുവിലോട്ട് പോവുക. ലുലുവിൽ ബുക്ക് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ആ ബുക്ക് ഫെസ്റ്റിൽ പോയിട്ട് ഒരു 2-3 ബുക്ക് വാങ്ങിക്കുക. മനസ്സിലായോ? ജിനു 40 ഒരു ഹായ് തരുമോ? ഞാൻ ആരോടാ ഇതൊക്കെ പറയുന്നേ? നീയൊക്കെ വല്ലോ കേക്കൂ കഴിവേറികളെ. നമുക്ക് RP കയറിയാലോ 1 മണിക്കൂർ. എന്നിട്ട് ബുക്ക് നെയിം മാനിഫെസ്റ്റ് ബുക്ക് ഷോർട്ടായി പറ. ഇത് ഫിക്ഷൻ കഥയൊന്നും അല്ല. ഇതൊരു എന്തോന്ന് പറയുന്നേ, ഞാൻ ആരെടുത്ത് ഇതൊക്കെ പറയുന്നേ? മാനിഫെസ്റ്റേഷനെ കുറിച്ചുള്ളൊരു സാധനമാണ് മാനിഫെസ്റ്റേഷൻ. താങ്ക് യു ഫോർ ദ താങ്ക് യു ഫോർ ദ എന്താ ഇത് പറയുന്നത്? സ്റ്റോംബാ? താങ്ക് യു ഫോർ ദ സ്റ്റോംബ്. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. താങ്ക് യു ഫോർ ബീയിങ് ദേർ ആൻഡ് ഹാപ്പി ഡേയ്സ് നൗ. നന്ദി. നിനക്ക് ഹാപ്പി ആയിരിക്കും, പക്ഷെ എനിക്ക് ഹാപ്പി അല്ല. എനിക്ക് ഹാപ്പി അല്ല മോനെ. ഹാപ്പി ഒന്നും അല്ലടാ. വീട്ടിൽ നിന്ന് കോൾ വന്ന് അതാ പോയെ. ഇതാരുടെ ഇത്? പിന്നെ എന്തെങ്കിലും വന്നോ? അല്ല ഇതാരാ? അടുത്ത മെസ്സേജ്. അന്ന് വീട്ടിൽ നിന്ന് കോൾ വന്നു അതാ പോയെ. ഓ മെസ് ബോയ്. ഓ അങ്ങനെ അവിടെ. പക്ഷെ എന്തൊരു കഷ്ടം എന്ന് പറയാ. കുഞ്ഞാ അൺബ്ലോക്ക് ആക്ക്. That one videos we know even through struggles since you are running the most men who never understand their own work in the community. You have helped so many kids achieve their families and stepped in so many messages families. Someone who does not much won't let be down. You have all the blessings in the world coming to you. ഇടാ വിക്കേ ആരാ നീ? താങ്ക് യു സോ മച്ച് ടാ. താങ്ക് യു സോ മച്ച് മോനെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. പൈസ ഇല്ലെങ്കിലും താങ്ക് യു ഫോർ ദ മെസ്സേജ് അറ്റ് ലീസ്റ്റ്. താങ്ക് യുടാ. താങ്ക് യു സോ മച്ച് ടാ. താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട്. ഉമ്മ. Thank you so much. Thank you so much. Thank you so much. Bro, it's a universal truth. Like, 10 പൈസ ഉണ്ടാക്കി കാണിച്ചാ കൊച്ചിച്ചവരും ഇട്ടിട്ട് പോയവരും തള്ളി പറഞ്ഞവരെയൊക്കെ തനിയെ തിരിച്ചു വരും. ബിക്കോസ് മണി ഹോൾഡ് പവർ. ആ ഡയലോഗ് സത്യമാണ്. പൈസ ഉണ്ടോ വിലയുണ്ട്. പക്ഷെ ആ ടെൻഡോത്തിന് നമ്മളിങ്ങനെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് വിചാരിക്കും മനസ്സമാധാനമാണ് ഏറ്റവും വലുതെന്ന്. പക്ഷെ മനസ്സമാധാനമാണ് ഏറ്റവും വലുത്. പക്ഷെ പൈസയും വേണം.
മിക്ക താങ്ക് യു കുഞ്ഞാ, താങ്ക് യു ഫോർ ദ സ്റ്റോംപ്. 2, 3, 2, 1, start. ഇവിടെ അവനാ ഒറ്റ BGM 2 കൈ വെച്ച് വായിച്ച്. വേറെ എന്തോ കയ്യിലെന്തോ ഉണ്ടെന്നു. അതെന്ത് വിഷയമായിട്ടാ വായിച്ചേ? എന്നാ ക്യാമ് താഴ്ത്താണ്. ക്യാമ് താഴ്ത്തണം. താഴല്ലേ ഇരിക്കുന്നത്? എന്താണ് അവന്റെ കൈക്കകത്തിരിക്കുന്നേ? കയ്യിലൊന്നുമില്ല, നഖമിട്ട് തട്ടുക. ഞാൻ ആദ്യം വെച്ച പെന്ന എന്തെങ്കിലും ഉണ്ടാവും. താങ്ക് യുടാ, താങ്ക് യു ഫോർ ദ 2000. എന്നേ പറഞ്ഞില്ലേ ഇതെന്താണ് ഇത്? താങ്ക് യുടാ, താങ്ക് യു ഫോർ ദ 2000. എടാ എനിക്ക് ആ കഴിവില്ലടാ. ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്, എനിക്ക് ആ കഴിവുണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് ആ കഴിവില്ല. ഈ ഒരു സാധനം ഞാൻ എന്താ ശ്രമിച്ചു. മഹാനുഭാവു പാട്ട് നമുക്ക് പാടാം, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഹലോ ജോണി മാമൻ, എടാ കേറി വേടേ സിറ്റിയില് കേറിയുണ്ടോ? നീ ഉണ്ടോ അതിനകത്ത്? കൊന്നിട്ട് പോടാ. ഇത് മറ്റേ സിനിമയുണ്ടല്ലോ, ചായ, മറ്റേ ഏതൊരു പാട്ടായിരുന്നോ അത്? ശരി, ഞാൻ മറന്നുപോയി. മറ്റേ വിജയരാഘവന്റെ ഒരു സാധനമുണ്ട്. റീഡ് ദ കോമന്റ്സ്. കണ്ണീർ പൂവിന്റെ കയ്യിൽ, തലയിൽ, കവിളിൽ, ചെവിയിൽ. കണ്ണീർ പൂവിന്റെ കവിളിൽ. എന്നെ കണ്ടിട്ടൊരു ബോളനായിട്ട് തോന്നുന്നുണ്ടോ നിനക്ക്? റീഡ് ദ കോമന്റ്സ് എന്നോ? ഇനി ഞാൻ ഇത് തപ്പിപ്പിടിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് എന്റെ കോമന്റ്സ് വായിക്കാം. പോടാ ഇറങ്ങി. ബൈഡാ താങ്ക് യു ഫോർ ദ 500 കോയിൻസ്. ഇതെന്താ ഈ സാധനം? കോയിൻസ് കൊള്ളാല്ലേ? ഇതിങ്ങനെ അനിമേഷൻ ഒക്കെ ആണ്, രസമുണ്ട്. എടാ നിങ്ങൾ ആരെങ്കിലും പരീക്ഷയ്ക്ക് തുണ്ട് വെച്ചിട്ടുണ്ടോ? കാര്യമായിട്ട് ചോദിക്കും ഞാൻ. ആരെങ്കിലും തുണ്ട് വെച്ചിട്ടുണ്ടോ പരീക്ഷയ്ക്ക്? വെച്ചവര് മാത്രം വെച്ചെന്ന് പറയാം, അല്ലാണ്ട് ഷോ കാണിക്കാൻ വേണ്ടി ഉണ്ടല്ലേ? ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. എനിക്ക് പണ്ടേ പേടിയാ, ഞാൻ വെച്ചിട്ടില്ല. എടാ ഇതെങ്ങാനും വെച്ചിട്ട് ഇനി തോറ്റാലും അപ്പൂപ്പൻ്റെ അടി കൊള്ളണം, ജയിച്ചാലും കോപ്പി വെച്ചാൽ എന്നെ കൊല്ലും അങ്ങേര് വെട്ടി. ആ സമയത്തൊക്കെ തോക്കുന്നെങ്കിൽ നമ്മളങ്ങ് തോറ്റ്. 10th and 12th ബോർഡിന് എക്സാമിന് വെച്ചിട്ടുണ്ട്. നീ ഇവിടെ ഉണ്ടാ വിക്കേ മോനെ? എടാ അത് ശ്രദ്ധിച്ചാ? അവൻ തുണ്ടെടുത്ത് വിഴുങ്ങിയടാ. ടിക്കറ്റാ? ബില്ല് അതെ, നോക്ക് എക്സെപ്ഷൻ നോക്ക്. എടാ ഞാൻ ജീവിതത്തിൽ ഏറ്റവും മിസ് ചെയ്തിരിക്കുന്ന സാധനം എന്താ പറയാവോ? ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കോളേജിൽ പഠിച്ചിട്ടില്ല, ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടില്ല എന്നുള്ളത്. അതിൻ്റെ എല്ലാ കുറവുകളും എനിക്കുണ്ട് ജീവിതത്തിൽ. നിങ്ങൾക്ക്
ഏറ്റവും കൂടുതൽ നിങ്ങൾ ചുമ്മാ 2-3 വർഷം പോയാലും കുഴപ്പമില്ല, തോറ്റു പഠിച്ചാലും കുഴപ്പമില്ലെന്ന് വെച്ചിട്ട് നിങ്ങളൊരു 3 വർഷം ജീവിതത്തിൽ പോയെന്നും പറഞ്ഞൊന്നും സംഭവിക്കാനൊന്നുമില്ല. 18-ാം തീയതി 16-ാം തീയതി 17-ാമത്തെ വയസ്സിൽ നിങ്ങൾ +2 പാസ്സായി കഴിഞ്ഞാൽ ഒരു 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം ഏതെങ്കിലും ഒരു കോളേജിൽ പോയിട്ട് പഠിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അത് മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. അപ്പം മിസ് ചെയ്യരുത് ഒരിക്കലും. നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് ആ സാധനം. അന്നും അപ്പോൾ +2 ആണോന്നല്ല, ഞാൻ നേരെ മറ്റേ CAയുടെ ഇതൊക്കെ പഠിക്കാൻ പോയി. D-bar. തൃശ്ശൂരിന്റെ മുറിവ് എടാ മറ്റേ മാഷിലെടാ മറ്റേ കരാട്ടയുടെ പുള്ളിക്കാരൻ. നമസ്തേ, ഞാൻ തൃശ്ശൂരിന്റെ മുത്ത്, റീൽസ് താരം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. ലെവി എടാ ഹായ് ഹായ്. സാറേ പേപ്പർ പരീക്ഷ കഴിഞ്ഞ പ്രതീക്ഷിക്കുന്നു. ഏതാ ദിവസം ഉണ്ടായിരുന്നു ഡെസ്കിൽ എക്സാമിന് ഉണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. നിനക്ക് ഉണ്ടായിരുന്നു? എനിക്കങ്ങനെ തൊണ്ടുവച്ചേക്കെല്ലാം വന്നു എളുപ്പമുണ്ടായിരുന്നു. എനിക്കെന്നെ തൊണ്ടുവയ്ക്കേണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാ ഡെസ്കും ഉണ്ടായിരുന്നു. ഏത് ഡെസ്കിൽ? ഞാൻ ആയിരുന്നു ഡെസ്കിൽ. അതിൻ്റെ അകത്ത് അതൊക്കെ പഴയ സിലബസ് ആയിരിക്കുമോ? ഇതിലും വലിയ ഗതി കേട്ടാൻ വേറെ ആരുമില്ലല്ലോ ഭാഗം. നമ്മൾ ഇത്തവണയും ജയിക്കൂടാ. ജയിക്കണം. എത്ര നാളായിട്ട് എഴുതാൻ തുടങ്ങിയത്? ഇതുപോലെ ലൂപ്പ് എങ്ങാനും ആണ്. ഒരു വരവും കൂടെ വരേണ്ടി വരും. ലോജിക് കൊള്ളടാ, നൈസായിട്ടുണ്ട്. എടാ പൈസയൊക്കെ ഉണ്ടാക്കടാ മോനെ. പൈസയൊക്കെ ഞാൻ ഹൈയും കണ്ടിട്ടുണ്ട് ലോയും കണ്ടിട്ടുണ്ട് പൈസയുടെ. പക്ഷെ ലൈഫ് പഠിക്കണം. ലൈഫ് പഠിക്കണോടാ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം. പൈസ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. 2 വർഷം പോയെന്നും പറഞ്ഞിട്ട് നിനക്ക് 28-ാമത്തെ വയസ്സിൽ പോയിരുന്ന കോളേജിൽ പഠിക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്കിപ്പോൾ പോകാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോൾ കോളേജിൽ പോയേനെ. 6 മാസം മുമ്പ് വിധി വന്നിട്ടും ജീവനാംശം നൽകിയിട്ടില്ല എതിർകക്ഷി. ശരിയാണോ യുവർ ഓണർ? എത്രയും പെട്ടെന്ന് കൊടുത്തോളാം. ഇനിയും വൈകിച്ച ജപ്തി ഓർഡർ ഇടേണ്ടി വരും. 1 മാസം അതിനുള്ളിൽ പണം അക്കൗണ്ടിൽ ഇടണം. അല്ല, ഈ മ്യൂച്വലി ഡിവോഴ്സ് ചെയ്യുന്നതിന് ഈ ജീവനാംശം കൊടുക്കണമെന്നുണ്ടോ? അത് എന്തൊരു ഏർപ്പാടാടോ പോയി. അണ്ണൂന്റെ ഏജ് എന്താ? എനിക്ക് 32 വയസ്സായി. ഇഷ്ടപ്പെട്ട് അസ്ഥിക്ക് പിടിച്ചു. അസ്ഥിക്ക് പിടിച്ചാ? 12 വയസ്സിലെ പുതിയ അസ്ഥി. എടാ മറ്റേ പയ്യനെ വിട്ടാ? വിട്ടായിരുന്നു. 12 വയസ്സിലെ ഒരു കല്യാണം കഴിഞ്ഞു. എടാ പുതിയ അസ്ഥി. മനുഷ്യനിൽ നിന്നും മൈരനിലേക്ക്. ഇതൊക്കെ സ്വഭാവമാണ് ഓരോരുത്തരുടെ. എന്താല്ലേ ഇവന് പാട്ടിട്ട് കൊടുത്തായിരുന്നു.
എടാ ഇവന്റെ ഞാൻ നേരത്തെ കാര്യം പറയാം കേട്ടോ. ഇവന് മുടിയൊക്കെ വെട്ടി വന്നിട്ട് മുടിയൊക്കെ സെറ്റാണല്ലോ. മുടിയൊക്കെ സെറ്റായിട്ട് ഇവൻ മറ്റേ പിള്ളേരെല്ലാം കൂടെ കൂടി രാത്രി ആയപ്പോൾ 4 മണിയായപ്പോൾ വീട്ടിൽ വന്നു. ഞാൻ നേരത്തെ വന്നായിരുന്നു. ഒരു 4-5 മണിയായപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇവിടെ ഈ റൂമിലാണ് കിടന്നത്. റൂമിൽ കിടന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ഇല്ല, ഈ പണ്ടൊരു ഈഗിളിൽ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മുടിയൊക്കെ വെട്ടി മറ്റൊരു നിഷ്കളങ്കനില്ലേ, നിഷ്കളങ്കൻ. ഞാൻ ഇരിക്കുന്ന സമയത്തില്ല കുളത്തിൽ വീണ കൊക്ക് കണക്ക് പറ്റയൊക്കെ അടിച്ച് നമ്മുടെ പിള്ളേരെയൊക്കെ ഇരുത്തത്തില്ലേ 2-ലും 3-ലും ഒക്കെ, അത് കണക്ക് ഇരുന്ന് ഷട്ടൊന്നും ഇടായിരുന്നു. എന്തൊക്കെയോ വേണ്ട വാരി തിന്ന് ചിരിച്ചോണ്ടിരിക്കുന്നു. ഇടേ ആ ഒരു സാധനം ഞാൻ ഫോട്ടോ എടുത്ത് വെക്കണ്ടായിരുന്നു. ഐശ്വര്യ എടുത്ത് പറഞ്ഞായിരുന്നു ഫോട്ടോ എടുത്ത് വെക്കണമെന്ന്, മറന്നുപോയി. സത്യം പറഞ്ഞാൽ സ്ഥിരം പോകുന്ന ബാർബറാന്ന് ഇലക്ഷൻ കാരണം ഇല്ലാത്തതുകൊണ്ട് വേറെ എവിടെ പോയി വെട്ടിയതാ. പക്ഷെ ഇവൻ ഇതാ ചേരുന്നത്. അയ്യോ ഇവരെ ഓമന കേട്ടോ ഇവൻ. എടി ഇവൻ ആരായിരുന്നടാ ഇവൻ? ഇവൻ ലോലനായിരുന്നു. ലോലൻ ഇതാരാ അപ്പം? അത് ചൂട് ഇപ്പോഴും ഇവന്മാരെല്ലാം തിരിഞ്ഞു പോടി. എടാ ഈ വാണത്തിനൊന്നും വേറെ പണിയില്ല. അപ്പ വിളിക്കാം, അപ്പ കാണുന്നതിനെ അപ്പാന്ന് വിളിക്കുന്നൊരുത്തൻ. ഇതിനകത്ത് പിന്നെ മുടി കണ്ടോ നിങ്ങള്? ഇത് കണ്ടാ? പണ്ടത്തേക്ക് ഓരോ അപരാധ മുടി സ്റ്റൈല് നോക്കണേ. മുടിയൊക്കെ വളർത്തി സ്ട്രെയിറ്റ് ഒക്കെ ചെയ്ത് കെരാട്ടിനൊക്കെ അടിച്ച് പുറകോട്ടിട്ട് ഇപ്പോഴത്തെ മുടി നിങ്ങൾ ലൈവ് വരുമ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടോ ഇപ്പോഴത്തെ മുടി സ്റ്റൈലാണ് കിടിലെന്ന്. ഇപ്പോഴത്തെ മുടി സ്റ്റൈലാണ് കിടിലം. കാര്യമായിട്ട് നല്ലതാണ്. എനിക്ക് ഇതുപോലെ പുച്ഛമുള്ള ഒരു പരിപാടി കേരളത്തിലുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പോയി നല്ലോണം മുണ്ടോക്കി കാണിച്ചിരുന്ന ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. BJPയുടെ വളർച്ചയോട് കൂടിയിട്ടാണ് ഈ രാജ്യത്ത് ഭീകരമായ വിഭാഗീയത സൃഷ്ടിക്കുന്നത്. ഭീകരമായ വിഭാഗീയത. 5 മിനിറ്റ് ഞാനത് തികച്ച് കണ്ടിട്ടില്ല. എന്റെ മാരാറണ്ണ ഞാൻ കണ്ടേ. എന്തൊക്കെയല്ലേ, ഒന്നും പറയല്ലേ ചേട്ടാ. പിന്നെ അവൻ എന്നെ അങ്ങ് ഉടുത്ത് കളയല്ലോ അവൻ. അല്ല പിന്നെ പറഞ്ഞും പോയി. ഇനിയിപ്പോ ഒന്ന് തിരിച്ചെടുക്കാനും പറ്റത്തില്ല. അയാൾ സത്യമല്ലടാ ക്യാമറ കുറച്ച് പറഞ്ഞും പോയി ഒന്നും തിരിച്ചെടുക്കാനും പറ്റത്തില്ല ഇപ്പം. നിങ്ങൾ അതങ്ങനെ എങ്ങനെ ഇട്ടാ കേട്ടോ. നമുക്ക് RP കയറാം. RP കയറാം.